എല്ലാവരും ഖബർക്ക് എത്താണെങ്കിൽ തൗബ ചെയ്ത് ദീനിലേക്ക് മടങ്ങിക്കോ, അല്ലെങ്കിൽ കാഫറായി ചാവേണ്ടി വരും, നരകത്ത് പോവും. അള്ളാന്റെ ഖുറാന്റെ മേലാണ് ഇയാൾക്ക് പച്ച നുണ പറഞ്ഞത്. നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ മൊയ്തീൻ ഷെയ്ഖിനെ മമ്പുറത്ത് തങ്ങളെന്ന് അതിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഇല്ല. കള്ള മൗലെ ഖുറാന്റെ മേലെ കള്ളത്തിനും കെട്ടിവെച്ചല്ലത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളൊന്നും അള്ള ഖുറാൻ പറഞ്ഞിട്ടില്ല. ഒരു വിശദീകരിച്ച ഒരു പുറമാനും പണ്ഡിത ഹദീസിലും ഇല്ല. നിങ്ങൾ എന്തിനാ ഖുറാന്റെ മേലെ കള്ളത്തിനും കെട്ടിവെച്ചത്? പിൻവലിക്ക്. മരിക്കാൻ അയക്കണമെങ്കിൽ തൗബ ചെയ്ത് ദീനിലേക്ക് മടങ്ങും. ഖുറാന്റെ മേലെ കള്ളത്തരം കെട്ടി വെക്കണ ഇബിലീസ് മാത്രത്തിലുണ്ട് കേട്ടോ. മടങ്ങിയിട്ട് മരിക്കും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഞാൻ മരിക്കാനായത് കൊണ്ടാണ് വലിയവരെ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അവസാനത്തെ വാക്കായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇങ്ങനെ തന്നെ നിങ്ങൾ മരിക്കുന്നതെങ്കിൽ കാഫറും മുശ്രിക്കുമായിട്ട് ചത്തുപോവുകയാണ് ചെയ്യുക. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. അള്ളാഹു എന്താ പറഞ്ഞ വലിയ? നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ലാ യംലിക്കൂന മിൻ ഖത്മീർ, അവർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവില്ല. ഉണ്ട വലിയ? ഉണ്ടെങ്കിണ്ടെന്ന് പറ. നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളും മൊയ്തീസ്യങ്ങളും മുൻപത്തെ ബീവി മുഹമ്മദ് നബി അല്ലേ, കുപ്പസ്വാമി, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച കാഫറായി വലിയ? അങ്ങനെ നിങ്ങൾ കാഫറായത്. ഇൻ തദൂഹും, ആ കുരുവിൻ്റെ പാടക്ക് കഴിവില്ലാത്തവരെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ആരെങ്കിലും ഒരാൾ മുഹമ്മദ് നബീൻ്റെ ഖബറും പുറത്തു പോയിട്ട് മുഹമ്മദ് നബീനെ വിളിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നൊരു മുസ്ലിം വിചാരിച്ചവൻ കാഫറ. അങ്ങനെയല്ലേ മൊയ്ലിയന്മാരെ? നിങ്ങൾ ഹജ്ജിന് പോയിട്ട് പോകുമ്പം അവിടുന്ന് സമസ്തക്കാർ പലരും മുസ്ലിങ്ങളാ. ഹജ്ജിന് പോകുമ്പോൾ മദീനയിലെത്തിയിട്ട് റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മുശ്രിക്കായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഗതിനോട് സാധാരണ മുസ്ലിങ്ങൾ എന്താ ചെയ്യുക? ഹജ്ജിന് പോയാലുള്ള എല്ലാ പാപങ്ങളും അവിടെ കഴുകിയിട്ട് ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് തിരിച്ചു വരിക. മൊയ്ലിയന്മാരും സമസ്തക്കാരും ഹജ്ജിന് പോയാൽ തിരിച്ചു വരുമെന്നാണ് കാഫറും മുശ്രിക്കുമായിട്ട്. എൻ്റെ മൊയ്ലിയന്മാരെ, നിങ്ങളൊരവസ്ഥ ചിന്തിച്ചു നോക്കി. ഇങ്ങനെ പിഴച്ചു പോയ വർഗം, മനുഷ്യവർഗം, അള്ള സൃഷ്ടിച്ച മനുഷ്യരിൽ ആരും ഉണ്ടായിട്ടില്ല. ഒരു വർഗവും ചരിത്രത്തിൽ എവിടെയും സമസ്തക്കാരെ പോലെ മൊയ്ലിയന്മാരെ പോലെ ഇങ്ങനെ പിഴച്ചു പോയ ഒരു വർഗം ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് മുസ്ലിം കളയാൻ പോലെ. പക്ഷേ മദീനയിൽ പോയി റസൂലിനോട് പാപമോചനം തേടുക. എങ്ങനെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുക? റസൂലിന് വേണ്ടി അള്ളാഹിനോട് പാപമോചനം തേടുക. മുശ്രിക്കുകൾ സമസ്തക്കാരും മൗലന്മാരും എന്താ ചെയ്യുന്നത്? റസൂലോട് പാപമോചനം തേടുക. നഊദുബില്ല. ഇങ്ങനെ പിഴച്ചു പോയി മൗലന്മാർ? ഇങ്ങനെ പിഴച്ചു പോവാൻ, മനുഷ്യവർഗത്തിൽ ഏറ്റവും പിഴച്ച വർഗമായി നിങ്ങൾ മാറാൻ എന്താ കാരണം? ചിന്തിച്ചു നോക്കണ്ടേ നിങ്ങൾ മൗലന്മാരെ? നിങ്ങളെ പറ്റി